ഹായ് നമസ്കാരം. നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കപ്പിൾസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഇതൊക്കെ കല്യാണത്തിന് മുൻപേ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ എടുക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഇപ്പോൾ കല്യാണം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മളത് ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ഒരുപാട് അഹോരാത്രം പണി ചെയ്യും. അവർ അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തും, ഒരുപാട് അടുത്തുനിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കും. അപ്പോൾ അന്നത്തെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഡെക്കറേഷൻ, ആരൊക്കെ വിളിക്കണം, അന്നത്തെ ഫുഡ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെയുള്ള അന്നത്തെ ആ ഒരു കല്യാണ ദിവസത്തെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ചിന്തയിലോ ഒക്കെ വരുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്തിന് കല്യാണം കഴിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം എന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ എന്തിന് കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനായാലും നമ്മൾ എന്തിന് എന്നത് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് ശേഷമാണ് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരുന്നത് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ നേരെ തിരിച്ചിട്ടാണ്, എങ്ങനെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എങ്ങനെ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. പക്ഷെ എന്തിന് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്, ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അന്നത്തെ ഒരു പ്രത്യേക വൈബിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിച്ച് ഒരു ആളാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതെങ്കിൽ പിന്നീടുള്ള ലൈഫ് നമ്മുടെ ജീവന്റെ വില തന്നെ നമുക്കതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്